ക്രിസ്തുവിൽ എല്ലാവർക്കും വീണ്ടും വന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 31-12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വളരെ ഭീകരമായ ഒരു നിയമമാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത്. അതായത് സബത്ത് നാളിനെ പ്രത്യേകം കാക്കണം. 6 ദിവസം വേല ചെയ്തിട്ട് 7-ാം ദിവസം സബത്ത് നാളിനെ പ്രത്യേകം കാക്കണം. അവിടുന്ന് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ഈ കൽപ്പന ലംഘിച്ചാൽ അതിന് മരണശിക്ഷയാണ് വിധി. ആര് ഈ കൽപ്പന ലംഘിക്കുന്നു, മരണശിക്ഷയാണ് വിധി. തന്നെയല്ല, അവിടെ പ്രത്യേകം പറയുന്നത്, ഇത് സൃഷ്ടിയുടെ സമയത്ത് ദൈവം സൃഷ്ടിച്ച് ഈ ലോകത്തെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. 7-ാം ദിവസത്തിൽ വിശ്രമിച്ചതുകൊണ്ട് ദൈവം വിശ്രമിച്ച ആ ദിവസത്തിനെ പരിശുദ്ധമായ ഒരു ദിവസമാക്കി കാണുകയും അത് കാലാകാലങ്ങളായി യഹൂദജനം അത് അനുസരിച്ച് അന്നത്തെ ദിവസം പ്രത്യേക ഒരു ദിവസമായി ദൈവം വിശ്രമിച്ച ആ ദിവസത്തെ ഒരു വിശുദ്ധ ദിവസമായിട്ട് പ്രഖ്യാപിക്കുകയും അന്നത്തെ ദിവസം ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിനെ അശുദ്ധമാക്കിയാൽ അവർക്ക് മരണശിക്ഷയാണ് വിധി. അപ്പം ഇത് ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭീകരമായ അതായത് മനുഷ്യനെ നിർബന്ധിച്ച് വേല ചെയ്യാതിരിപ്പിക്കുക തന്നെയല്ല, ഒരു അവധി ദിവസത്തിനെ വളരെ പരിശുദ്ധമാക്കി കാക്കണമെന്നാണ് നിർദ്ദേശം. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ 6 ദിവസം അല്ല 7 ദിവസം ജോലി ചെയ്ത് മനുഷ്യൻ ജീവിച്ച് പാടുപെടുന്നു. വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. 7-ാമത്തേത് ഒരു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, 8 ദിവസം ആഴ്ചയിൽ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹമാണ് മനുഷ്യന്. പക്ഷേ ആരോഗ്യപരമായിട്ട് നോക്കിയാലും തന്നെ 6 ദിവസം ജോലി ചെയ്ത് 7-ാമത്തെ ദിവസം ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു ദിവസം, അത് ആരോഗ്യത്തിനും നല്ലതാണെന്നാണ് പഠനം പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസത്തിനെ പരിശുദ്ധമാക്കി കാണണം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആ വിശ്രാമം ദൈവത്തിന് ക്ഷീണമായിട്ടല്ല. നമ്മൾ വിചാരിക്കും, ഒരു വിധത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ദൈവം ക്ഷീണിച്ചു പോയോ, അതുകൊണ്ടാണോ ദൈവം വിശ്രമിച്ചത്? അതൊന്നുമല്ല നമുക്ക് ചിന്തിക്കാനുള്ളത്. ഈ വേദവാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, കാരണം ഇവിടുത്തെ ഈ വിശ്രാമം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വിശ്രാമത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. വേദപുസ്തകത്തിൽ പലയിടത്തായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് സങ്കീർത്തനം 95-7 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ, ഇന്നും നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതിരിക്കണം, തന്നെയല്ല കഠിനമാക്കിയാൽ നിങ്ങൾ എൻ്റെ വിശ്രാമത്തിലേക്ക് കടക്കുകയില്ല. യു വിൽ നോട്ട് എൻ്റർ മൈ റെസ്റ്റ് എന്നായിട്ട് ദൈവം ശപഥം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ വിശ്രാമത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ശരീരത്തിനുള്ള വിശ്രാമമല്ല, ആത്മാവിൻ്റെ വിശ്രാമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തന്നെയല്ല, ഈ പുറപ്പാട് പുസ്തകം 33-14 യഹൂദൻ ജനത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോവുകയും ഞാൻ നിങ്ങളുടെ എല്ലാ വശത്തു നിന്നും നിങ്ങൾക്ക് വിശ്രാമം തരും, നിങ്ങൾ സഞ്ചരിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് വിശ്രാമം തരികയും, അതൊരു വാഗ്ദത്തമായിട്ട് യഹൂദജനത്തിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. 2 ശമൂവേൽ 7-11 വായിക്കുന്നു, റെസ്റ്റ് ഫ്രം ഓൾ യുവർ എനിമീസ്, അതായത് എല്ലാ ശത്രുക്കളിൽ നിന്നുമുള്ള നിങ്ങൾക്ക് വിശ്രാമം. അതായത് എപ്പോഴും ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. ഇന്ന് നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ യുദ്ധത്തിലാണ്. ഒരിക്കൽ പോലും അവർക്കൊരു സ്വസ്ഥത ഇല്ലാത്ത, എപ്പം ആക്രമണം ഉണ്ടാകും എന്ന് പറയാനൊക്കാത്ത ഒരു ജീവിതം. അങ്ങനത്തെ ഒരു ദേശത്ത് വസിക്കുന്നത് തന്നെ
പ്രത്യേകം കഴിവും കൃപയും ഇല്ലെങ്കിൽ പറ്റത്തില്ല. പക്ഷെ എന്തുകൊണ്ട് അവർ ആ അവസ്ഥയിലായി? ദൈവമാണ് പറയുന്നത്, യു വിൽ നോട്ട് എൻറ്റർ മൈ റെസ്റ്റ്. കാരണം ഇവര് ശരിക്കും ആത്മാവിനുള്ള ആത്മാവിൻ്റെ ആ വിശ്രാമം, രക്ഷയുടെ വിശ്രാമം ഇവരനുഭവിക്കുന്നില്ല. കാരണം അവർ ആകപ്പാടെ ദൈവം അയച്ച മസിയായ രക്ഷകനെ അവർ റിജക്റ്റ് ചെയ്തു, തള്ളിപ്പറഞ്ഞു, ക്രൂശിച്ചു. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ വിശ്രാമത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ വിശ്രാമം മനുഷ്യൻ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് രക്ഷയെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയാണ്. സൃഷ്ടിയുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിയെല്ലാം തീർത്തു. 7-ാം ദിവസത്തിൽ ദൈവം വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ സൃഷ്ടിക്ക് ഒന്നും ബാക്കി ചെയ്യാനില്ലായിരുന്നു. ദൈവം എല്ലാം തീർത്തു കഴിഞ്ഞു. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ ആ കൂട്ടായ്മ ആസ്വദിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായ ഈ രക്ഷയെ നമ്മൾ ഒരാൾ വിശ്വസിക്കുമ്പോൾ, ഏതൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവരുടെ ആത്മാവിന് ഒരു വിശ്രാമം ലഭിക്കുന്നുണ്ട്. കാരണം രക്ഷയുടെ കാര്യത്തിൽ മനുഷ്യൻ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഇതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 19:30 ക്രിസ്തു ക്രൂശിൽ കടന്ന് മരിക്കാൻ കിടക്കുമ്പോൾ ക്രൂശീകരണത്തിൽ 7 മൊഴികളിൽ ഒരു മൊഴി എന്ന് പറയുന്നത് മലയാളം ബൈബിളിൽ നിവൃത്തിയായെന്നാണ്. പക്ഷെങ്കിൽ അതല്ല അതിൻ്റെ ശരിക്കുള്ള തർജ്ജമ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അതായത് പൂർത്തിയായി. ദൈവം ചെയ്യാനുള്ള വേല പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സ്വർഗത്തിൽ പോയി തേരാപ്പാര നടക്കുമല്ല. പക്ഷെങ്കിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകം ഈ ഒരു വിശ്രാമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും, മുഴുവൻ അധ്യായം നമുക്ക് വായിക്കാൻ സമയമില്ലെങ്കിലും അതൊന്ന് നിങ്ങൾ വായിക്കണം. അതിൻ്റെ ഒരു വാക്യം നമ്മൾ മാത്രം വായിക്കുകയാണ്. 4:10. വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചവര് സ്വന്തം പ്രവൃത്തിയിൽ നിന്ന് വിരൂപപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിർത്തിവെച്ചിരിക്കുക, അല്ലെങ്കിൽ തീർത്തു. സ്വന്തം വേലയിൽ അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിർത്തി. ഇത് വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചവർ മാത്രമേ ആ ഒരു അവസ്ഥയിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഇന്ന് ശരാശരി ഏതൊരു വിശ്വാസികളോട് ചോദിച്ചാൽ രക്ഷ സമ്പൂർണമാണോ, അതോ ഇനി നമ്മൾ എന്തെങ്കിലും ബാക്കി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ തിരുവചനം അറിയാത്ത വിശ്വാസി പറയും, നമ്മളും ഇനി അതേ കൂട്ടത്തിൽ കുറച്ച് നല്ല പ്രവൃത്തിയും കൂടി ചെയ്തെങ്കിലേ രക്ഷ പൂർത്തിയാകത്തുള്ളൂ. ഇതല്ല രക്ഷ. നമുക്ക് വേണ്ടി നേടിയ രക്ഷ എന്ന് പറയുന്നത് പൂർത്തിയായ ഒരു രക്ഷയാണ്. ആ രക്ഷയെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ദേഹി ആ വിശ്രാമം അനുഭവിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. യഹൂദ വിശ്വാസികൾ തിരികെ യഹൂദ മതത്തിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിൽ വന്നു. അതായത് ഹെബ്രായ പുസ്തകം എഴുതുന്നത് തന്നെ അതിനു വേണ്ടിയാണല്ലോ. കാരണം അവർക്ക് യഹൂദ രാജ്യത്തിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് നിഷേധിക്കപ്പെടുവാണ് വിശ്വാസികളായാൽ. അപ്പോൾ അവർ തിരികെ യഹൂദ മതത്തിലേക്ക് പോകുമ്പോൾ അവരോടാണ് പറയുന്നത്, യു വിൽ നോട്ട് എൻറ്റർ മൈ റെസ്റ്റ്. അതായത് ദൈവം ശബ്ദം ചെയ്യുകയാണ്, നിങ്ങൾക്ക് രക്ഷ എന്നുള്ള പ്രവൃത്തിയിലേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതായത് പുത്രൻ ചെയ്ത പ്രവൃത്തി തികച്ചും ഫിനിഷ്ഡാണ്, അല്ലെങ്കിൽ പൂർണ്ണതയുള്ളതാണ്. ഇനി അതിനകത്ത് ഒന്നും ആഡ് ചെയ്യാനില്ല. ഇതുകൊണ്ടാണ് ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 22:69 നമ്മൾ കാണുന്നത്, ഇനി മുതൽ മനുഷ്യപുത്രൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കും എന്നാണ് പറയുന്നത്. ഇരിക്കും എന്ന് മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞു, ലൂക്കോസ് 22:69. പക്ഷെങ്കിൽ മരിച്ചതിന് ശേഷം, ഉയർത്തതിന് ശേഷം, സ്വർഗാരോപണം ചെയ്തതിന് ശേഷം
എഫെസ്യർക്കെഴുതിയ ലേഖനം 1:20 എഫെസ്യർക്കെഴുതിയ ലേഖനം 2:6 പറയുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് സീറ്റഡ് ആണ്, ഇരിക്കുകയാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെസ്റ്റ്, ഒരു വിശ്രാമത്തിൻ്റെ സ്ഥലമാണ്. കാരണം വേല തികച്ചു, രക്ഷയ്ക്കുള്ള ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു. തന്നെയല്ല, നമ്മളെപ്പോലും എഫെസ്യർക്കെഴുതിയ ലേഖനം 2:6 നമ്മൾ വായിക്കുന്നത് സ്വർഗസ്ഥാനത്തിൽ അവനോട് കൂടി ഇരുത്തിയിരിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസികൾക്ക് ഏറ്റവും, അതുപോലെ തന്നെയാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:1 പറയുന്നത്. സീറ്റഡ്, ക്രിസ്തു ഇരുത്തിയിരിക്കുന്ന വലത്തുഭാഗത്ത് നമ്മുടെ വക്കീലായിട്ട്, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമ്മുടെ വക്കീലായിട്ട് ഇരുത്തിയിരിക്കുകയാണ് പിതാവിൻ്റെ വലത്തുഭാഗത്ത്. എന്തിനു വേണ്ടിയാണ്? കാരണം രക്ഷയുടെ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഈ വിശ്രാമത്തിലേക്ക് കടക്കുന്നത് ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷേ പഴയ നിയമത്തിലെ ദൈവജനത്തിന് ഇത് മനസ്സിലാക്കിയില്ല. ഇതാണ് ഇന്നത്തെ നമുക്ക് ചിന്തിക്കാനുള്ളത്. സബത്ത് നാളിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ പ്രത്യേകം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന, ആരാധനയ്ക്കായിട്ട് മാറ്റിവെക്കുന്ന ഒരു പ്രേരണത അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ഇന്ന് വിശ്വാസികൾക്ക് ഇല്ലാതെ പോയിരിക്കുകയാണ്. കാരണം അതിൻ്റെ പ്രത്യേകത, ആ വിശ്രാമത്തിൻ്റെ, ആ റെസ്റ്റിൻ്റെ, ആത്മാവിൻ്റെ റെസ്റ്റിൻ്റെ ആ റെസ്റ്റ് ആസ്വദിക്കാനായിട്ട് ഒരു വിശ്വാസിക്ക് കഴിയാതിരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തകളിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.